രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ ഗ്രൂപ്പുകളിൽ ഒന്നായ സൺ ഗ്രൂപ്പിൽ ഭിന്നത. ദയാനിധിമാരൻ സഹോദരനായ കലാനിധിമാരനെതിരെ നിയമ നടപടിക്ക്. കലാനിധിയും ഭാര്യയും ചേർന്ന് ചതിയിലൂടെ സ്വത്ത് തട്ടിയെടുത്തു എന്നാണ് ആരോപണം. സൺ TV ഓഹരിയുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും സഹോദരൻ അയച്ച നോട്ടീസിൽ ദയാനിധിമാരൻ പറയുന്നു. വിശദാംശങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. എന്താണ് നോട്ടീസിൽ ആരോപിക്കുന്ന മറ്റു കാര്യങ്ങൾ? രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ ഗ്രൂപ്പുകളിൽ ഒന്നാണ് സൺ TV ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലാണ് ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ദയാനിധിമാരനും അതുപോലെ തന്നെ കലാനിധിമാരനും തമ്മിലുള്ള ഒരു ഭിന്നത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, ചതിയിലൂടെ ഈ ഓഹരി, സൺ TVയുടെ ഓഹരി ഇയാൾ തട്ടിയെടുത്തു, കലാനിധിമാരൻ തട്ടിയെടുത്തു. അതുപോലെ തന്നെ സ്വത്തുക്കൾ കൈക്കലാക്കി തുടങ്ങി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ 75% ഓഹരികളും, സൺ TVയുടെ 75% ഓഹരികളും കലാനിധിമാരന്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും ഒക്കെ പേരിലാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കടുത്ത വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ദയാനിധി പറയുന്നത്. ഈ വിഷയത്തിൽ സെബിയെയും അതുപോലെ തന്നെ EDയെയും SFIOയെയും സമീപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നോട്ടീസ് ജൂൺ 10 അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കലാനിധിമാരന്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഈ കള്ളപ്പണം ഇടപാടുകളിലൂടെ നടത്തിയ കള്ളപ്പണം ഉപയോഗിച്ചാണ് IPL ഫ്രാഞ്ചൈസിയായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും അതുപോലെ തന്നെ സ്പൈസ് ജെറ്റിനെയും ഇയാൾ കലാനിധിമാരൻ കുടുംബവും നേടിയെടുത്തത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സഹോദരങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. സഹോദരൻ അയച്ച നോട്ടീസിൽ ഇത്തരത്തിൽ പല പരാതികളും പറയുന്നു. KB ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.